ഹായ് ഗായ്സ്, എൻ്റെ ടിക്കുവിനെ എല്ലാവർക്കും അറിയാലോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ടിക്കുവിൻ്റെ വീഡിയോ അങ്ങനെ ഇടാറുണ്ട്. ഇപ്പോൾ ടിക്കു വളരെ വിഷമത്തിലാണ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ടിക്കുവിൻ്റെ ചേട്ടനും ചേച്ചിയെല്ലാം വീട്ടിലില്ല. അപ്പോൾ അവരെല്ലാം പുറത്തോട്ട് പോയി. അപ്പോൾ കൂടെ കളിക്കാൻ ചേച്ചി ഇല്ലാത്തതിൻ്റെ വിഷമം ടിക്കുവിനുണ്ട്, നല്ലതുപോലെ ഉണ്ട്. പിന്നെ ചേട്ടനാണെങ്കിൽ അവളെ വണ്ടിയിലൊക്കെ കൊണ്ടുപോകും പുറത്തോട്ട്. അപ്പോൾ അങ്ങനെ അവൾക്ക് ഒരു വിഷമം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അവൾ വളരെ വിഷമത്തിലാണ്. അവൾക്കിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചേച്ചി ഇല്ലാത്തതിനെ കൊണ്ട് അവൾ ആകെ ഇങ്ങനെ ഒരു വിഷമിച്ചിരിക്കുകയാണ്. എന്താ ചെയ്യുക, ഞാനാണെങ്കിൽ വല്ലപ്പോഴും അവനിങ്ങനെ പുറത്ത് കൊണ്ടുപോയി നടക്കുള്ളൂ. ചേച്ചി ആകുമ്പോൾ അവനെ വണ്ടിയിലൊക്കെ കൊണ്ടുപോയി കറക്കി അങ്ങനെ കൊണ്ടുവരും. അപ്പോൾ എൻ്റെ ടിക്കുമ്മ വളരെ സങ്കടത്തിലാണ്. അപ്പോൾ ടിക്കുമ്മൻ്റെ കൂട്ടുകാരുണ്ട്, ഇതാ കാറ്റും തക്കുടും. ഈ കാറ്റും തക്കുടും എപ്പോഴും എങ്ങനെയാണ് ടിക്കുമായിട്ട് കളിക്കുക. ടിക്കു ഈ കൂട്ടിൻ്റെ അടുത്ത് വന്ന് നിന്ന് കാറ്റ് തക്കുടു എന്ന് മമ്മി വിളിക്കുമ്പോൾ ടിക്കു നോക്കിയിരിക്കും ഇങ്ങനെ ഇവരോട് ഓരോന്ന് പറഞ്ഞിട്ട്. ഇവർക്ക് രണ്ടുപേർക്കും എന്താ ജോലി എന്നറിയോ? എപ്പോഴും ഇവർ സ്വകാര്യം പറഞ്ഞ് ആ സെക്കൻഡിൽ തന്നെ ഇവർ അടിച്ചു പിരിയും. അങ്ങനെ അടിച്ചു പിരിയുന്ന ഒരു കൂട്ടുകാരാണ്. എന്നിട്ട് അവർ കുറച്ച് ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അവർ വീണ്ടും ഒരുമിച്ച് അവിടെ പോയിരിക്കും. അപ്പോൾ ഇവർക്കത് തന്നെയാണ് അവരൊരു ഹോബി പോലെ. അവർ രണ്ടുപേരും തല്ലുകൂടുക, രണ്ടാരും സംസാരിച്ചിരിക്കുക. അങ്ങനെ ഇവർ ഭയങ്കര ഹാപ്പിയിലാണ് ഇവർ രണ്ടുപേരും. അതുപോലുള്ളൊരു കൂട്ടുകാരനാണ് ടിക്കുവിൻ്റെ വേറൊരാളുണ്ട് ഇവിടെ ടിക്കുവിന്. അതാണ് നമ്മൾ പോപ്പിക്കുട്ടൻ. ചേച്ചിയുടെ ഇഷ്ടപ്പെട്ട ആളാണിത്, പോപ്പിക്കുട്ടൻ. ഇതാണ് പോപ്പി. പോപ്പീൻ്റെ ഫേസ് കാണുകയാണെങ്കിൽ നമുക്ക് ചിരി വരും. പോപ്പീൻ്റെ മുഖം കാണണം. പോപ്പി എപ്പോഴും ടിക്കമ്മൻ്റെ അടുത്ത് പോയി ഇരിക്കാൻ നോക്കേ. ടിക്കു പോപ്പിയായിട്ട് ഇതാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കി ഉമ്മ വെച്ച് എല്ലാം ഇരിക്കും. എൻ്റെ പാവമാണ് കേട്ടോ എൻ്റെ ടിക്കു. എൻ്റെ ടിക്കു എന്ന് വെച്ചാൽ ടിക്കുവിൻ്റെ സ്വഭാവം എങ്ങനെയെന്ന് അറിയില്ലല്ലോ നിങ്ങൾക്കൊന്നും. ടിക്കു ആളിവിടെ പാവമാണ്. പക്ഷേ പുറത്തുനിന്ന് ടിക്കുവിന് ഒരാൾ നമ്മുടെ സ്റ്റെപ്പിൻ്റെ മുകളിൽ കാല് വെച്ചാൽ തന്നെ ടിക്കു അറിയും. അപ്പോൾ തന്നെ ടിക്കുവിൻ്റെ തനി സ്വഭാവം പുറത്തു വരും. അപ്പോൾ ടിക്കു വാവ് വാവ് എന്ന് പറഞ്ഞ് കുരയ്ക്കാൻ തുടങ്ങും. പിന്നെ ടിക്കു അവിടെ ഒരു പ്രകടനമായിരിക്കും നടത്താം. അതുകൊണ്ട് ടിക്കമ്മ വീട്ടിലൊരാളറിയാത്ത ഒരാളെ കയറ്റുന്ന പരിപാടിയില്ല. അതേത് ഫ്രണ്ട്സായാലും എൻ്റെ ടിക്കമ്മ അവരെ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ സ്വഭാവം എന്ന് അറിയിച്ച് കോലാഹലം കാണിക്കും. അത് ഞാനൊരു ദിവസം നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ ടിക്കമ്മ എങ്ങനെയാണെന്ന്. ഇപ്പം എൻ്റെ ടിക്കമ്മ സൈലൻ്റായിട്ട് ഇരിക്കുകയാണ്. കാരണം എന്താ, ചേച്ചി ഇപ്പോൾ പോയിട്ട് 2 ആഴ്ച കഴിഞ്ഞു. ചേട്ടൻ പിന്നെ അതിന് മുമ്പേ പോയതാണ്. അപ്പോൾ ഇപ്പോൾ ടിക്കമ്മ ആലോചിച്ചിരിക്കുകയാണ്, ഞാൻ ഇനി എന്താ ചെയ്യുക, എനിക്കിനി ബൈക്കിൽ പോകാൻ പറ്റൂല, ഒന്നും പറ്റൂലല്ലോ, ഞാനിനി എന്ത് ചെയ്യും എന്നുള്ള ആലോചനയിലാണ് എൻ്റെ ടിക്കമ്മ ഇരിക്കുന്നത്. അപ്പോൾ ഗായ്സ്, എൻ്റെ ടിക്കമ്മയെ എല്ലാവരും എൻ്റെ ടിക്കമ്മയെ കാണണം. ഞങ്ങൾക്ക് ലൈക്ക് തരണം, ഷെയർ തരണം, കമൻറ്റുകൾ ഇടണം. എൻ്റെ ടിക്കപ്പനെ എല്ലാവരും ഉമ്മ കൊടുക്കണം പ്ലീസ്. എൻ്റെ ടിക്കപ്പ പാവമാണേ. എൻ്റെ ടിക്കപ്പൻ വളരെ സൈലൻ്റായിട്ടിരിക്കുകയാണ് ഇപ്പോൾ, ചേച്ചിയില്ലാത്തതിൻ്റെ ദുഃഖം. ടിക്കപ്പ ബായ് പറയും എല്ലാവരോടും. ഞാൻ ഇനിയും വരാം, ഇനിയും കുറച്ച് കഴിഞ്ഞാൽ വരാം. പിന്നെ ഞങ്ങൾക്കിനി ടിക്കപ്പന് വേറൊരു ഫ്രണ്ട് ഉണ്ടല്ലോ, പുറത്താണ് അവൻ കിടക്കുക, ഞങ്ങളെ വീടിൻ്റെ പുറത്ത്. പക്ഷേ ഞങ്ങളാണ് അവനെ വളർത്തുന്നത് അല്ലേ. അവനെ ഞാനിപ്പോൾ കാണിച്ചു തരേ നിങ്ങൾക്ക്.